ബോളിവുഡിലെ ഹോട്ട് ആക്ട്രസ് മമത കുൽക്കർണി ഇനി മുതൽ മായി മമതാനന്ദ് ഗിരിയാണ്. ഗ്ലാമറസ് റോളിൽ നിന്നും മയക്കുമരുന്ന് റാക്കറ്റിന്റെ കണ്ണികളിൽ ഒരാളായി മാറിയ സിനിമയെ വെല്ലുന്ന അസാധാരണ തിരക്കഥയാണ് മമതാ ബാനർജിയുടേത്. നിറയെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ജീവിതത്തിനൊടുവിൽ ലൗകിക ജീവിതത്തിൽ നിന്നും വിടവാങ്ങി സന്യാസിനി ജീവിതം തെരഞ്ഞെടുത്തിരിക്കുകയാണ് മമത കുൽക്കർണി. മഹാകുംഭമേളയിലാണ് മായി മമതാനന്ദ് ഗിരി എന്ന പുതിയ പേര് മമത കുൽക്കർണി സ്വീകരിച്ചത്. ബോളിവുഡിൽ ഒരു കാലത്ത് യുവാക്കളെ ത്രസിപ്പിച്ചിട്ടുള്ള ഹോട്ട് നടിയാണ് മമത കുൽക്കർണി. 90കളിൽ ബോളിവുഡ് സിനിമകളിൽ കത്തിനിന്ന താരം. 2000ന്റെ തുടക്കം വരെ ബോളിവുഡ് സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു മമത. നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയിൽ ആദ്യം കിന്നർ അഖാഡയിൽ നിന്നാണ് മമത കുൽക്കർണി സന്യാസം സ്വീകരിച്ചത്. പിണ്ഡദാനം നടത്തിയ ശേഷം കിന്നർ അഖാഡ മമതയുടെ പട്ടാഭിഷേക ചടങ്ങുകൾ നടത്തുകയായിരുന്നു. ജനുവരി 24-നാണ് മഹാകുംഭത്തിലെ കിന്നർ അഖാഡയിലെത്തി ആചാര്യ മഹാമണ്ഡേശ്വർ ലക്ഷ്മി നാരായണ ത്രിപാഠിയെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം മമത സംഗമത്തിലെ പുണ്യജലത്തിൽ മുങ്ങിയത്. 52-കാരിയായ മമത 2 വർഷമായി കിന്നർ അഖാഡയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ്. കിന്നർ അഖാഡയുടെ സന്യാസ ദീക്ഷ സ്വീകരിച്ച മമത മായി മമതാനന്ദ ഗിരി എന്ന പേരാണ് സ്വീകരിച്ചിരിക്കുന്നത്. 2016-ൽ താനെയിൽ നിന്നും ലഹരിമരുന്ന് പിടികൂടിയ സംഭവത്തിൽ മമത കുൽക്കർണിയും ഭർത്താവും നേരത്തെ അറസ്റ്റിലായിരുന്നു. 200 കോടിയുടെ ലഹരിമരുന്ന് കേസാണ് നടിയുടെ പേരിൽ വന്നത്. എന്നാൽ ആഴ്ചകൾക്ക് മുൻപ് കോടതി ഈ കേസ് റദ്ദാക്കിയിരുന്നു. വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും മാറി നിന്ന മമത ഏറെക്കാലമായി വിദേശത്തായിരുന്നു. 25 വർഷത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ശേഷമാണ് മമത സന്യാസം സ്വീകരിച്ചത്. തന്റെ ആത്മീയ യാത്രയുടെ ഭാഗമായി മമത തന്റെ മുൻകാല ജീവിതം ഉപേക്ഷിക്കുകയും ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ഉൾപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകുന്ന ഹിന്ദു സന്യാസ സഭയായ കിന്നർ അഖാഡയിൽ പ്രവേശിക്കുകയും ചെയ്തു. ആത്മീയ പ്രബുദ്ധതയ്ക്കും മനുഷ്യരാശിയെ സേവിക്കാനുമാണ് താൻ ഈ പാതയിലേക്ക് ആകർഷിക്കപ്പെട്ടതെന്നാണ് അവർ പറയുന്നത്. വിവാദങ്ങളും സമരങ്ങളും കൊണ്ട് മമതയുടെ വ്യക്തിജീവിതം തകർന്നിരുന്നു. 90കളുടെ അവസാനത്തിൽ അവരുടെ സിനിമാ ജീവിതത്തിൽ ഒരു ഇടിവ് നേരിടേണ്ടി വന്നു. ഇത് ഒരു വിഷാദാവസ്ഥയിലേക്ക് മമതയെ നയിക്കുകയും ചെയ്തു. 2013-ൽ നിയമവിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്ന വ്യവസായി വിക്കി ഗോസ്വാമിയെ മമത വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം മമത സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറുകയായിരുന്നു. 2016-ൽ കെനിയയിൽ മയക്കുമരുന്ന് കടത്ത് കേസിൽ മമതയും ഭർത്താവും അറസ്റ്റിലായി. പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു. നിലവിൽ ഇപ്പോൾ ഭർത്താവിനൊപ്പം മുംബൈയിലാണ് മമത താമസിക്കുന്നത്. വർഷങ്ങളായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഒരു സാധാരണക്കാരിയായി ജീവിക്കുകയുമാണ് മമത ഇപ്പോൾ ചെയ്യുന്നത്. മമത കുൽക്കർണിയുടെ ജീവിതകഥ പ്രശസ്തി, പോരാട്ടങ്ങൾ, വിവാദങ്ങൾ എന്നിവയുടെ സങ്കീർണ സമ്മിശ്രങ്ങളാണ്. 1990കളിൽ ഇവർ പ്രശസ്തിയിലേക്ക് ഉയർന്നപ്പോൾ ഇവരുടെ വ്യക്തിജീവിതം വെല്ലുവിളികളും തിരിച്ചടികളും നിറഞ്ഞതായിരുന്നു. ഇതിനെല്ലാം ഉപേക്ഷിച്ചാണ് അവർ തന്റെ ഭൂതകാലത്തെ പിന്നിലാക്കി ഇപ്പോൾ ആത്മീയ വളർച്ചയുടെ സേവനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്.